ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഒക്ടോബർ 9, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നോളജ് വർദ്ധിക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തിയേ പറ്റൂ. നമുക്ക് അറിവ് വേണം, എന്നാൽ സമയമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നോളജ് വർദ്ധിക്കുകയില്ല. എന്നും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയുന്നതോറും നമുക്കുണ്ടാവുന്നൊരു മാറ്റമുണ്ട്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ആണ് മാറുന്നത്. നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഒപ്പം തന്നെ സ്പോർട്സ്, മിക്കവാറും എല്ലാ ഏരിയ കവർ ചെയ്യുന്ന ലെവലിലാണ് ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഒക്ടോബർ 9 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: എൻറോൾമെന്റ് ഇൻ LP ക്ലാസ്സസ് ഹാസ് കം ഡൗൺ ബൈ ഓവർ 62,000 ഇൻ എ ഇയർ. LP ക്ലാസ്സുകളിലെ പ്രവേശനം ഒരു വർഷത്തിനുള്ളിൽ 62,000-ലധികം കുറഞ്ഞു. ഇത് കേരളവുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണിത്. LP ക്ലാസ്സിലെ ഇന്ന് സ്കൂളുകളിലെ പ്രത്യേകിച്ച് LP ക്ലാസ്സുകളിലെ കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരളത്തിലെ ഗവൺമെൻറ് എയ്ഡഡും അൺഎയ്ഡഡ് സ്കൂളുകളിലെ ടോട്ടൽ 2025-26 ഈ വർഷത്തെ കണക്കനുസരിച്ച് കുട്ടികളുടെ എണ്ണം 62,000 കുട്ടികളുടെ എണ്ണമാണ് കുറഞ്ഞിട്ടുള്ളത്. അതായത് ഓരോ വർഷം കഴിയുന്തോറും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്നാണ് കണക്ക്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ പ്രാവശ്യത്തെ അക്കാഡമിക് ഇയറിലെ കണക്കാണ് ഇപ്പോൾ 62,000 ഇൻ എ ഇയർ കുറഞ്ഞിരിക്കുന്നത്. ഇത് 2024-25 12,50,184 സ്റ്റുഡൻസ് ആയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ അക്കാഡമിക് ഇയറിലെ അധ്യയന വർഷത്തിൽ 11,87,517 എന്ന ലെവലിലേക്ക് എത്തി. ആ 12 ലാഖിന് 11 ലാഖിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതായത് 62,000 സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് കുറഞ്ഞിട്ടുള്ളത്. ഇത് അറിയിച്ചിട്ടുള്ളത് ഒക്ടോബർ 8 പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി, ജനറൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് വി ശിവൻകുട്ടി. അദ്ദേഹമാണ് ഇന്നലെ കേരള അസംബ്ലിയിൽ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. 62,000 സ്റ്റുഡൻസിൻ്റെ കുറവാണ് വന്നിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ ബർത്ത് റേറ്റ് ആണ്, ജനനനിരക്കാണ് കുറഞ്ഞിട്ടുള്ളത്. 2006 1000 ആളുകളിൽ 16.63 എന്ന ബർത്ത് റേറ്റ് ആയിരുന്നു. എന്നാൽ ഇത് 2020 ആയപ്പോഴേക്കും 12.77% ആയിട്ട് മാറി. 2020 കുട്ടികൾ 12.7%. അതിപ്പോഴത്തെ അക്കാഡമിക് ഇയറിൽ അത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും മാറ്റമാണ് വന്നിട്ടുള്ളത്. 16.63 ബെർത്ത് പെർ 1000 പോപ്പുലേഷൻ. ഇതിലേറ്റവും കൂടുതലുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ഹയസ്റ്റ് ബർത്ത് റേറ്റ് 21.79 ഏറ്റവും കുറവ് ആലപ്പുഴയിൽ 11.96. 2020 ആയപ്പോഴേക്കും അത് മലപ്പുറത്തും കുറഞ്ഞു. 21.79 ആയിരുന്നത് 19.61. ഏറ്റവും കുറവുള്ള ആലപ്പുഴ ഡിസ്ട്രിക്ട് 2006 ആണെങ്കിൽ 11.96 ആയിരുന്നു. അത് 2020 ആയപ്പോഴേക്കും 6.83 എത്തി. ഏതാണ്ട് പകുതിയോളം കുറഞ്ഞു ആലപ്പുഴയിലും. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബർത്ത് റേറ്റ് ഉള്ളത് മലപ്പുറത്താണ്. ഏറ്റവും കുറവുള്ളത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ ആൻഡ് M. യാഗി വിൻ 2025 നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി. സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, M. യാഗി എന്നിവർ 2025 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഇന്നിപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് നോബൽ സമ്മാനത്തിൻ്റെ പ്രഖ്യാപനമാണ്. ആദ്യത്തേത് മെഡിസിൻ ആയിരുന്നു, രണ്ടാമത്തേത് ഫിസിക്സ്, ഇന്നലെയായിരുന്നു കെമിസ്ട്രി നോബൽ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ലഭിച്ചിട്ടുള്ളത് ജപ്പാനിലെ സുസുമ കിറ്റഗാവ, ഓസ്ട്രേലിയയിലെ റിച്ചാർഡ് റോബ്സൺ, USA ഒമാർ M. യാഗി എന്നിവർക്കാണ്. ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറയുമ്പോൾ മെഡിസിന് ലഭിച്ച 3 പേരാണ്. അതുപോലെ തന്നെ ഫിസിക്സിനാണെങ്കിലും 3 പേർക്കാണ്. ഇപ്പോൾ കെമിസ്ട്രിയും അത് 3 പേർക്കാണ്. ജപ്പാനിലെ സുസുമ കിറ്റഗാവ, ഓസ്ട്രേലിയ റിച്ചാർഡ് റോബ്സൺ, USA ഒമാർ M. യാഗി എന്നിവർക്ക്. ഇവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്സ് എന്നതാണ്. ലോഹ ജൈവ ചട്ടക്കൂടങ്ങളുടെ വികസനം എന്ന ലെവലിലുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഈ 3 പേർ നടത്തിയിട്ടുള്ള ഒരു റിസർച്ച്. സ്വീഡിഷ് അക്കാഡമി തന്നെയാണ് നോബൽ പ്രൈസ് കെമിസ്ട്രി നൽകിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: കോമൺവെൽത്ത് പാരാമിലിറ്ററി കോൺഫറൻസ് CPC. കോമൺവെൽത്ത് പാരാമിലിറ്ററി കോൺഫറൻസ് CPC ആരംഭിച്ചു. എവിടെയാണ്, ഏത് രാജ്യത്താണ്, ഇന്ത്യയിൽ നിന്ന് ആരാണ് ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ളത്? കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ ഇത് ബ്രിട്ടീഷർ ഭരിച്ചിരുന്ന രാജ്യങ്ങളെയാണ് കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്നത്.
അതിൻ്റെ CPC, അതായത് കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 68ാമത് കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസ് ആണിപ്പോൾ ഒക്ടോബർ 5 മുതൽ 12 വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ബാർബഡോസ് എന്ന രാജ്യത്ത് ബ്രിഡ്ജ്ടൗൺ എന്ന സ്ഥലത്താണ്. ബാർബഡോസ് എന്നത് ഒരു കരീബിയൻ ഐലൻഡാണ്. നോർത്തേൺ അമേരിക്കയുടെ, അതായത് വടക്കൻ അമേരിക്കയുടെ ആ ഒരു ഭൂഖണ്ഡത്തിൽപ്പെടുന്ന ഒരു ഐലൻഡ് ആണ് ബാർബഡോസ്. ഈ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ആണ് ബ്രിഡ്ജ്ടൗൺ. ഇപ്പോൾ ബ്രിഡ്ജ്ടൗണിലാണ് 68ാമത് കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസ് ഒക്ടോബർ 5 മുതൽ 12 വരെ. ഏതാണ്ട് 2.82 ലക്ഷം ആളുകളാണ് ബാർബഡോസ് എന്ന രാജ്യത്തുള്ളത്. ആ രാജ്യത്തിൻ്റെ കറൻസിയാണ് ബാർബഡോസ് ഡോളർ. ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആണ് സാൻഡ്ര മാസൺ, പ്രൈം മിനിസ്റ്റർ മില മോട്ട്ലി. ബാർബഡോസ് എന്ന രാജ്യം ഇത് ഒരു ഈസ്റ്റേൺ കരീബിയൻ ഐലൻഡാണ്. ക്യാപിറ്റൽ ഈസ് ബ്രിഡ്ജ്ടൗൺ. അവിടെയാണ് 68ാമത് CPC നടന്നുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. അദ്ദേഹത്തിൻ്റെ ടീം ആണ് ഒക്ടോബർ 5 മുതൽ 12 വരെയുള്ള 68ാമത് കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ദ ഫസ്റ്റ് കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസ് ഇത് ആരംഭിച്ചത് 1948 UK-യിൽ. എന്നാൽ അതിനു മുമ്പ് 1911 എംപയർ പാർലമെൻ്ററി അസോസിയേഷൻ എന്ന പേരിൽ കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസ് ആരംഭിച്ചിരുന്നു. അന്ന് അതിൻ്റെ പേരായിരുന്നു എംപയർ പാർലമെൻ്ററി അസോസിയേഷൻ. പിന്നീട് 1948 ഒഫീഷ്യലി കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസ് എന്ന പേരിൽ ആരംഭിച്ചു. 1948 ബ്രിട്ടീഷർ ഭരിച്ച രാജ്യങ്ങളാണ് കോമൺവെൽത്ത് കൺട്രീസ് എന്ന് പറയുന്നത്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ ബിഗിൻസ് ഫസ്റ്റ് ഒഫീഷ്യൽ വിസിറ്റ് ടു ഇന്ത്യ. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനം ആരംഭിച്ചു. UKയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആണ് കെയർ സ്റ്റാർമർ. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വിസിറ്റ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ഡേയ്സിൻ്റെ വിസിറ്റ് ആണ് അദ്ദേഹത്തിനുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. UKയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആണ് കീർ സ്റ്റാർമർ. അദ്ദേഹം ഒക്ടോബർ 8 ഇന്നലെ ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യയിൽ മുംബൈയിലാണ് അദ്ദേഹം ലാൻഡ് ചെയ്തിട്ടുള്ളത്. മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്ററും ഗവർണർ ആണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ദി UK കീർ സ്റ്റാർമറിനെ ഇന്നലെ ഔദ്യോഗികമായിട്ട് വരവേറ്റിട്ടുള്ളത്. ഒരു വലിയൊരു ടീം ആയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് 125 പേർ അടങ്ങുന്ന ഒരു ടീം ആണ് ഈ പ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. ദ ഫസ്റ്റ് ഒഫീഷ്യൽ വിസിറ്റ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ടീം എന്ന് പറയുമ്പോൾ ബിസിനസ്സുകാരുടെ ഒരു ടീം ആണ്. ഇന്ത്യയുമായിട്ടുള്ള നല്ലൊരു ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വിസിറ്റ് ആണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ദി UK കീർ സ്റ്റാർമറുടെ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2025 ജൂലൈയിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും UKയുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ ലണ്ടനിൽ വെച്ച് നടന്നിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ആയി ബന്ധപ്പെട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരുന്നു. അതായത് ഇന്ത്യ ആയിട്ടുള്ള ഒരു ട്രേഡ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വികസനം ഇന്ത്യയിലും അതുപോലെ തന്നെ UK-യിലും ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരുന്നു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. ഇത് നടന്നിട്ടുള്ളത് കഴിഞ്ഞ ജൂലൈയിലാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും UKയുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ ഒരുമിച്ചുള്ള ആ ഒരു എഗ്രിമെൻറ്റ്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. ഇന്ത്യ ടു ഹോസ്റ്റ് 8th ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലി ഇൻ ന്യൂഡൽഹി. 8ാമത് അന്താരാഷ്ട്ര സോളാർ അലയൻസ് അസംബ്ലിക്ക് ഇന്ത്യ ന്യൂഡൽഹിയിൽ ആദ്യത്വം വഹിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇന്റർനാഷണൽ സോളാർ അലയൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇത് ആരംഭിച്ചിട്ടുള്ളത് ഇന്ത്യയും ഫ്രാൻസും ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ വരുന്ന ഒക്ടോബർ 27 മുതൽ ഒക്ടോബർ 30 വരെ നടക്കാൻ പോകുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISA ഇത് 8ാമത്തേതാണ്. ഈ ഒരു കോൺഫറൻസ് നടക്കാൻ പോകുന്നത് ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിലാണ്. ദ 8th സെഷൻ ഓഫ് ദി ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇത് ഒക്ടോബർ 27 മുതൽ ഒക്ടോബർ 30 വരെയാണ്. 124 മെമ്പേഴ്സ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതായത് ഇതിലെ അംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ഭാഗമാകാൻ വേണ്ടി സൈൻ ചെയ്തിട്ടുള്ള കൺട്രീസ് അടങ്ങുന്നൊരു ടീം 124 മെമ്പേഴ്സ് ആണ് ഒക്ടോബർ 27 മുതൽ 30 വരെ നടക്കുന്ന ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ പങ്കെടുക്കുന്നത്. 2015 ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു അലയൻസ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISA ആരംഭിച്ചിട്ടുള്ളത്. അത് പാരീസിലെ COP21 എന്ന് പറയുന്ന
ക്ലൈമറ്റ് ഓൺ പാർട്ടീസ് അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ്. ഇതിൽ ആണ് 2015 പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് ദ പ്രസിഡന്റ് ഓഫ് ഫ്രാൻസ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹമായിട്ടുള്ള ഒരുമിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലൈമറ്റ് ഓൺ പാർട്ടീസ് അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ്. ഈ പ്രാവശ്യത്തെ COP31 ഇത് നടക്കാൻ പോകുന്നത് നവംബർ 10 മുതൽ 21 വരെയാണ്. ബ്രസീലിലെ ബെലൈം എന്ന സ്ഥലത്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് COP എന്ന് പറയുന്ന COP31. എല്ലാ വർഷവും നടക്കുന്ന ഒന്നാണ്. പൊതുവെ നവംബർ മാസങ്ങളിലാണ് ക്ലൈമറ്റ് ഓൺ പാർട്ടീസ് അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് ഇത് നടക്കുന്നത്. ഈ പ്രാവശ്യം ഇത് 30ാമത്തേതാണ്. നവംബർ 10 to 21 ബ്രസീലിലെ ബെലൈമ സ്ഥലത്ത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് ആണ് ഇന്ത്യ വിൻസ് ഗ്ലോബൽ സോഷ്യൽ സെക്യൂരിറ്റി അവാർഡ്. ഇന്ത്യക്ക് ആഗോള സാമൂഹിക സുരക്ഷാ അവാർഡ് ലഭിച്ചു. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള ഒരു അവാർഡ് ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ് ഇൻ സോഷ്യൽ സെക്യൂരിറ്റി അവാർഡ് 2025. ഈ ഒരു അവാർഡ് നൽകിയിട്ടുള്ളത് ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ ആണ്. അതായത് ഇന്ത്യയിലെ സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക സുരക്ഷ ഇത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ വാർദ്ധക്യം, തൊഴിലില്ലായ്മ, രോഗം, വൈകല്യം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ആ ഒരു സംരക്ഷണം, പല ലെവലിലുള്ള പ്രൊജക്റ്റ് വഴിയാണ് സർക്കാർ ഇതിനുള്ള സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സെക്യൂരിറ്റിക്ക് പറയുന്നതാണ് സോഷ്യൽ സെക്യൂരിറ്റി. അതായത് അൺഎംപ്ലോയ്മെന്റ്, ഓൾഡ് ഏജ് ബന്ധപ്പെട്ട സിക്നസ്, അസുഖങ്ങളും ഡിസബിലിറ്റി, വൈകല്യങ്ങൾ എന്നിവയെ സർക്കാരിൻ്റെ ആ ഒരു സംരക്ഷണം അതിനെ പറയുന്നതാണ് സോഷ്യൽ സെക്യൂരിറ്റി. ഇതിപ്പോൾ ആ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അതിലേക്ക് ഇന്ത്യയുടെ ആ ശ്രമത്തിനാണ് ഇന്ത്യക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അവാർഡ് ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ് ഇൻ സോഷ്യൽ സെക്യൂരിറ്റി അവാർഡ് 2025. മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ മിനിസ്റ്റർ ആയിട്ടുള്ള മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹമാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി അവാർഡ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ 64% എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ സോഷ്യൽ സെക്യൂരിറ്റി. 2015 ആണെങ്കിൽ കേവലം 19% ആയിരുന്നു സോഷ്യൽ സെക്യൂരിറ്റി ഇന്ത്യയിൽ. എന്നാൽ ഇതിപ്പോൾ 64% ഇന്ത്യക്ക് എത്താൻ സാധിച്ചു. ആളുകൾക്കുള്ള അൺഎംപ്ലോയ്മെന്റ് എന്ന ലെവലിലേക്കുള്ള വാർദ്ധക്യം, ഓൾഡ് ഏജ് ഹോം, സിക്നസ് എന്നിവയിൽ ഇന്ത്യക്ക് നൽകാൻ സാധിക്കുന്ന ലെവലിലുള്ള പ്രൊട്ടക്ഷൻ, ആ ഒരു സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക സുരക്ഷ നൽകാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവാർഡ് ആണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ് ഇൻ സോഷ്യൽ സെക്യൂരിറ്റി 2025. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഴ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.